വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ തടവറയിലായി അദ്ദേഹം മാറിയിരിക്കുന്നു. അവരെഴുതി കൊടുക്കുന്ന കുറിപ്പുകളാണ് അദ്ദേഹം ഇന്ന് എന്നെ പറ്റി വായിച്ചിട്ടുള്ളത്. എനിക്ക് സഹതാപമുണ്ട്. അദ്ദേഹം ഒരു ഇങ്ങനെ ആയതിൽ, ഇത്ര തരംതാണതിൽ നല്ല ദുഃഖമുണ്ട്, നല്ല അങ്ങനെയാണ്, സഹതാപമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധമല്ല എനിക്കുള്ളത്, സഹതാപമാണ്. അല്ല, ആദ്യം പറഞ്ഞത് ഇവിടെ ശ്രീലങ്കയിൽ പോകുന്ന സമയത്തൊക്കെ പറയാറുണ്ടല്ലോ, അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരോടൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്. ഇന്ന ബിസിനസ് ഉണ്ട്, അല്ലാതെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ല അദ്ദേഹത്തിന് ഉള്ള ബിസിനസ്. ഒന്നും എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹമായി ആശയവിനിമയം നടത്താറില്ല. ഞാൻ മനസ്സിലാക്കിയത്, പറയുന്നത് കേട്ടത് എന്താ പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ എന്തോ സ്വർണ്ണ കുഴിച്ചെടുക്കലോ അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതൊക്കെ അദ്ദേഹത്തിന്റെ, ഇപ്പോൾ നമ്മുടെ MLA മാര്, സ്വതന്ത്ര MLA മാരൊന്നും വ്യാപാരം നടത്താൻ പാടില്ല, വിദേശത്ത് വ്യവസായം നടത്താൻ പാടില്ല, ഇതൊന്നും നമ്മൾ തീരുമാനിക്കാറില്ല. ഇപ്പോ മുസ്ലിം ലീഗിലേക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി അലി, അദ്ദേഹം നല്ല ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം വിദേശത്ത് പോയിരുന്നു. പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങളാണ്, ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ ഏറിയാ നിൽക്കും. ബാക്കിയൊക്കെ അദ്ദേഹം മണ്ഡലത്തിലായിരുന്നു, ഇടതുപക്ഷ MLA ആയിരുന്ന കാലത്ത്. ഇപ്പോഴെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്ര MLA ആയിരുന്ന സമയത്ത് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് നല്ല ബിസിനസ്സും 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിദേശത്തുണ്ടായിരുന്നു. വിദേശത്ത് അദ്ദേഹം പോയിരുന്നു. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിന് പോകുന്നതിനൊന്നും തടസ്സമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഭാഗമായി മണ്ഡലം ശ്രദ്ധിക്കുന്നതിന്, അവിടെ കേന്ദ്രീകരിക്കുന്ന നല്ല പരിമിതി ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറച്ചു. അല്ല, അദ്ദേഹത്തോട് ഇങ്ങനെ മണ്ഡലം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പൊതുവായി പറയുമല്ലോ. പിന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിമാരും അദ്ദേഹമൊക്കെ ഇരുന്നുകൊണ്ടുള്ള ആശയവിനിമയത്തിലൊക്കെ അവർ പറയുന്നതല്ലേ. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ പാർട്ടി നേതൃത്വം പാവങ്ങളാണ്, ജില്ലാ സെക്രട്ടറിക്ക് ഒരു റോളൊന്നുമില്ല, സാധുക്കളാണ്. പെട്ടെന്ന് അദ്ദേഹം അടുത്ത തീവ്ര നിലപാട് RSS പറഞ്ഞു തുടങ്ങി. അത്രമാത്രം പ്രകോപനമായിരുന്നു ഇന്നലെ താങ്കൾ അദ്ദേഹത്തിന് ഉന്നയിച്ചാണ്. എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹം നല്ല സർട്ടിഫിക്കറ്റാണ് നൽകിയത്. അല്ലെ, അങ്ങനെയാണല്ലോ ഈ പ്രശാന്തിനോട് ചോദിച്ചത്. അതാണ്, വളരെ സൗമ്യനാണ്, ഇവിടെ സാധുവാണ്, നിസ്സഹായനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനൊരു ഭീകരനായ RSSകാരനായി, മുസ്ലിം വിരുദ്ധനായി ചാപ്പ കുത്തിയിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് എന്താണ് അങ്ങനെ 24 മണിക്കൂറുണ്ട് ആണല്ലോ മാറ്റം. 24 മണിക്കൂർ മുമ്പ് വരെ എനിക്ക് നല്ല സർട്ടിഫിക്കറ്റാണ് നൽകിയിരുന്നത്. ഇപ്പൊ എന്നെ ഭീകരനായ വർഗീയവാദിയായി ചാപ്പ കുത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മനോവികാരം എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതാണ്, എന്തും പറയാൻ, അത് മുമ്പും പിമ്പും നോക്കാതെ എന്തും പറയുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ മാനസിക വ്യാപാരം മാറിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ അർത്ഥമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഒരു ദുരുദ്ദേശം കാണണ്ട. നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം പറഞ്ഞതല്ല പിറ്റേ ദിവസം പറയണം. അല്ല, അതല്ല, നിങ്ങളല്ല, അദ്ദേഹം നിങ്ങളോട് പറയുന്നതന്നെ ഇന്ന് പറഞ്ഞതല്ലല്ലോ നാളെ പറയുന്നത്. അതെ, അത്രയേ ഉള്ളൂ. അൻവർ സ്വീകരിക്കുന്ന നിലപാട് വർഗീയവാദിയായിട്ടാണ് അൻവർ സംസാരിക്കുന്നത്, നാട് കുട്ടിച്ചോറാക്കുന്ന നിലപാടാണെന്നൊക്കെയാണ് പറഞ്ഞല്ലോ. അൻവറിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില ആളുകളുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന് CPM അത്തരം വിമർശനം ഉന്നയിക്കുന്ന സംഘടനകൾ മുന്നിലുണ്ടല്ലോ. അതല്ല, ഇപ്പോ എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം ഒരു സെക്യുലർ ആയിട്ടാണ്, ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഒരു സെക്യുലർ ആയിട്ടാണ്. സെക്യുലർ ആയി എന്നുള്ളതുകൊണ്ട് മതവിശ്വാസം നിസ്കരിക്കുന്നതിന് ഒരു തടസ്സം ഈ പാർട്ടി പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ അങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പന്തം കൊളത്തിയിട്ടുള്ളത് തീവ്ര വർഗീയതയുടെ പന്താണ്.